നിങ്ങളിത് എത്ര കാലം എന്ന് വെച്ചാൽ ഷാജിൽ റെന്റൽസ് കൊടുത്ത് താമസിക്കുന്നത്? നമ്മളെല്ലാവരും പ്രവാസികളാണ്. നമ്മുടെ പ്രവാസി ജീവിതത്തിൽ കൂടുതൽ നമ്മൾ റെന്റൽസ് കൊടുത്തിട്ടാണ് താമസിക്കുന്നത്. അപ്പൊ നമ്മുടെ പൈസ കൊണ്ട് മറ്റുള്ളവരെ പൈസക്കാരാക്കാണ്ട് നമുക്ക് തന്നെ ഒരു അസറ്റ് ബിൽഡ് ചെയ്യാൻ പറ്റിയാലോ? മാസാമാസം വേറെ 6200 ദിർഹംസ് നിങ്ങൾക്ക് മാനേജ് ചെയ്ത് പോകാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഷാർജയിൽ നിങ്ങൾക്ക് ഒരു അപ്പാർട്ട്മെന്റ് സ്വന്തമാക്കാം. ഇനിഷ്യലി നിങ്ങളൊരു 1,44,000 ദിർഹംസ് കൊടുക്കാം. ഇനി ഈ ഒരു എമൗണ്ട് നിങ്ങൾക്ക് എടുക്കാനില്ലെന്നുണ്ടെങ്കിൽ 29,000 ദിർഹംസ് മാത്രം നമുക്ക് ഈ ഒരു ബുക്കിംഗ് എമൗണ്ട് കൊടുത്ത് ഈ ഒരു അപ്പാർട്ട്മെന്റ് സ്വന്തമാക്കാം. ബാലൻസ് വരുന്ന എമൗണ്ട് നമുക്ക് 6200 ദിർഹംസ് മാത്രം മാസാമാസം കൊടുത്താൽ മതി. ഈ ഒരു കൺസ്ട്രക്ഷൻ സമയത്താണെന്നുണ്ടെങ്കിലും അത് കഴിഞ്ഞ് ഹാൻഡ് ഓവർ സമയത്ത് നമുക്ക് മോർഗേജ് ഇടുകയാണെന്നുണ്ടെങ്കിലും ഈ ഒരു സെയിം 6200 ദിർഹംസ് ആയിരിക്കും വരിക. ഈ ഒരു 6200 ദിർഹംസിന് നിങ്ങൾക്ക് 1 ബെഡ് അല്ല കിട്ടുന്നത്, അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു 2 ബെഡ്റൂം അപ്പാർട്ട്മെന്റ് ആണ് കിട്ടുന്നത്. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഞാൻ ഈ പറയുന്നത് ഏതെങ്കിലും ഓൾഡ് അപ്പാർട്ട്മെന്റോ അല്ലെങ്കിൽ ഒറ്റപ്പെട്ട ബിൽഡിങ്ങോ ആണെന്നുള്ളത്. പക്ഷെ ഞാൻ ഈ പറയുന്നത് ഷാർജയുടെ തന്നെ ഒരു പ്രൈം ലൊക്കേഷനിൽ വരുന്ന ഒരു മാസ്റ്റർ കമ്മ്യൂണിറ്റി പറ്റിയാണ്. അതായത് യൂണിവേഴ്സിറ്റീസിന്റെ തൊട്ടടുത്തും നമ്മുടെ ഇസ്തിഹാദ് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് വെറും 5 മിനിറ്റ് മാത്രം ഡിസ്റ്റൻസിൽ വരുന്ന ഷാർജയിലെ തന്നെ ഒരു ഗ്രീനസ്റ്റ് മാസ്റ്റർ കമ്മ്യൂണിറ്റിയിലാണ്. എൻഡ് ഓഫ് ദി ഡേ നമ്മുടെ പ്രവാസ ജീവിതം എല്ലാം കഴിഞ്ഞിട്ട് നാട്ടിലേക്ക് പോകുന്ന ടൈമിൽ ഈ ഒരു അപ്പാർട്ട്മെന്റ് വിൽക്കുകയാണെന്നെങ്കിൽ കൂടെ നിങ്ങൾ ഇത്രയും കാലം ഇവിടെ താമസിച്ചതിന്റെ സേവിങ്സ് കൂടെയാണിത്. എത്ര പൈസ മുടക്കുന്നു എന്നുള്ളതാണ് നമ്മളൊരു പ്രോപ്പർട്ടി മേടിക്കുമ്പോൾ നോക്കാനുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 1,44,000 ദിർഹംസ് വളരെ ചെറിയൊരു എമൗണ്ട് ആണ്. അത് മാത്രമല്ല, ഈ ഒരു സിറ്റുവേഷൻ ആയതുകൊണ്ട് നമുക്ക് ഒരുപാട് ഓഫേഴ്സും ഡിസ്കൗണ്ട്സും ഒരുപാട് ഡെവലപ്പേഴ്സ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു അപ്പാർട്ട്മെന്റ് പറ്റിയിട്ട് നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസും ഓഫേഴ്സ് അറിയണമെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ താഴെ കാണുമ്പോഴേക്ക് കോൺടാക്ട് ചെയ്തോളൂ.